നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് 4 മാർക്കിന് പഠിച്ചു പോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുടെ വിവരണങ്ങളുമാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും ഏത് ചാപ്റ്ററിലാണ് ഉൾപ്പെടുന്നത്, അതിനെന്താണ് ഉത്തരം എഴുതേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കുമല്ലോ. നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ഒരു ചോദ്യം വരുന്നത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി എന്നുള്ള പാർട്ടാണ്. സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ ഇക്കോണമി. അപ്പോൾ അതിൽ ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ എന്നാണ് അതിന് മലയാളം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രീയ പ്രശ്നങ്ങൾ. അവിടെ 3 കാര്യങ്ങളുണ്ട്. കേന്ദ്രീയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്നും ആ കേന്ദ്രീയ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുമാണ് ആ ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. കേന്ദ്രീയ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ആവശ്യങ്ങൾ കൂടുന്നു, അതുപോലെ തന്നെ നമ്മുടെ വിഭവങ്ങൾ കുറയുന്നു, കുറഞ്ഞ വിഭവങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് പർപ്പസ് ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അത്രയും കാര്യങ്ങളാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ അത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് 4 മാർക്കിൻ്റെ ഒരു ആൻസറായിട്ട് മാറും അത്. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ചോദ്യമാണ്. മറ്റൊരു ചോദ്യമായ ചാപ്റ്ററിൽ നിന്നുള്ളത് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. രണ്ടും കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണെന്നും അതിൻ്റെ കർവ് വരയ്ക്കാനും വേണ്ടി പറയും. അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നൊക്കെ പഠിക്കുക. സാമുവൽസൺ ആണ്. അതൊക്കെ 1 വേർഡിൽ ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. ഞാനതിനും കൂടെ ഇതിൽ പറയുന്നു. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവും മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അത് കാണാൻ വേണ്ടി പറയും. കോളം വരച്ചിട്ട് നമുക്ക് ഓൾറെഡി കോളം തരും, അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കാം. അതും 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയറിൽ 4 മാർക്കിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാവുന്നത് വൈ ഡസ് ഡിമാൻഡ് കർവ് റൈസ് ഫ്രം പ്രൈസ് ഫാൾസ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റ്. വൈ ഡസ് ഡിമാൻഡ് കർവ് ഫാൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ വൈ ഡസ് ഡിമാൻഡ് കർവ് റൈസ് വെൻ പ്രൈസ് ഫാൾസ്, അതായത് വില കുറയുമ്പോൾ ഡിമാൻഡ് കർവ് എന്തുകൊണ്ടാണ് റൈസ് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത് എന്ന് ചോദിക്കാം. അതിന് പോയിന്റുകളുണ്ട്, 4 പോയിന്റുകളുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് 4 മാർക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടെ ചോദിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ് ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി എന്നുള്ളത്. ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി, ഒരു കമ്മോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ഡിറ്റർമിനൻസ് ആണ്. അതായത് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഘടകങ്ങളാണ്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി എന്നാണ്. അതായത് ഫാക്ടേഴ്സ് ഘടകങ്ങൾ, ഡിറ്റർമിനൻസ് എന്ന് പറയുമ്പോൾ നിർണ്ണയിക്കുക. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ആ ഒരു ടോപ്പിക്ക് ചർച്ച ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നും പറയാറുണ്ട്. അതിനെ 5 ഡിഗ്രികളുണ്ടല്ലോ. നമ്മുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അതുപോലെ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇങ്ങനെ 5 ഡിഗ്രികളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ അത് 5 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. 4 മാർക്കിനാണ് ഇമ്പോർട്ടൻ്റ് കാണുന്നത്. അതുപോലെ മൂന്നാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് സാധിക്കുന്നത് ഈ ഒരു കോസ്റ്റ് കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ഉണ്ട്. കോസ്റ്റ് എന്ന് പറയും, പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിൽ അവിടെ കോസ്റ്റ് കാൽക്കുലേഷൻ വരാറുണ്ട്. അത് സാധാരണ 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് 8 മാർക്കിൽ നിന്ന് അത് മാറിയിട്ട് 4 മാർക്കിലേക്കും 5 മാർക്കിലേക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കോളം, ചെറിയ ഭാഗം മാത്രം തന്നിട്ട് അതിനെ കോസ്റ്റ് കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി പറയും. എന്തായാലും നിങ്ങൾ ആ ഭാഗം കൃത്യമായിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC, ആ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ വേറെ ഒരു 5 മാർക്കിൻ്റെ ഭാഗത്തും ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 4 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ SAC ആൻഡ് SMC. ഓക്കെ, AC
MC എന്നും പറയാറുണ്ട്. ആവറേജ് കോസ്റ്റും മാർജിനൽ കോസ്റ്റും അല്ലെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് ഷോർട്ട് റൺ മാർജിനൽ കോസ്റ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്, ബന്ധമാണ്. അത് ചിത്രം വരച്ചിട്ട് യു ഷേപ്പ്ഡ് നമ്മൾ കർവ് എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ച് യു ഷേപ്പിൽ കർവൊക്കെ വരച്ചിട്ട് അതിൻ്റെ റിലേഷൻഷിപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അത് നടത്തേണ്ടത്. പിന്നെ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. റിട്ടേൺസ് ടു സ്കെയിൽ തോതനുസരിച്ചുള്ള പ്രത്യായം അതും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ വേരിയബിൾ പ്രൊപ്പോർഷൻ തിയറി ഉണ്ട്, നമ്മൾ 5 മാർക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതാണ്. ഇനി 4ാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. 4ാമത്തെ ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ്. പിന്നെ ഒരു എസ്സേ ഉണ്ട്, നമ്മൾ മുമ്പ് കണ്ടതാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് കാണുക. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ എസ്സേകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്താണെന്നും പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ നമുക്ക് 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോകേണ്ട ഒന്നാണ് പ്രൈസ് സീലിംഗ്, പ്രൈസ് ഫ്ലോർ. രണ്ടും കൂടി താരതമ്യം ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അത് അങ്ങനെയാണെങ്കിൽ 5 മാർക്കിലേക്ക് പോകും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചിത്രസഹിതം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. അത് പ്രൈസ് സീലിംഗ്, അതായത് വില പരിധിയും അതുപോലെ ഫ്ലോർ പ്രൈസ് തറ വിലയുമാണ്. ഇത് രണ്ടും 5ാമത്തെ ചാപ്റ്റർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന മൈക്രോ എക്കണോമിക്സിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൽ ഉള്ളതാണ്. കൃത്യമായിട്ട് പഠിച്ചോ. സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കാണ്. പിന്നെ അതിൽ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ കർവ്, അതായത് ഒരു ഫേമിൻ്റെ സപ്ലൈ കർവിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ആരൊക്കെയാണെന്നുള്ളത് അത് ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മാക്രോ എക്കണോമിക്സിൻ്റെ 1ാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു മാക്രോ എക്കണോമിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്രൈസിസ് ഓഫ് 1930s എന്നും പറയും. എമർജൻസ് ഓഫ് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഗ്ലോബൽ ക്രൈസിസ് ഓഫ് 1930s, അതായത് മാക്രോ എക്കണോമിക്സിൻ്റെ ആവിർഭാവം, അതല്ലെങ്കിൽ ആഗോള സാമ്പത്തിക മാന്ദ്യം 1930കളിൽ ഉണ്ടായിട്ടുള്ള ആഗോള സാമ്പത്തിക മാന്ദ്യം. ഓക്കെ. അത് രണ്ടും അത് ഓർ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്. അതല്ലെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്ന് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമിയാണ്. ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാതെ പോകാൻ പറ്റാത്തൊരു സാധനമാണ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി എന്ന് പറയുന്നത്. സെക്ടേഴ്സ് അതായത് മേഖലകളാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകൾ, 4 മേഖലകളുണ്ട്. 4 മേഖല അതിന് പേര് മാത്രം എഴുതുകയാണെന്നുണ്ടെങ്കിൽ 2 മാർക്കേ കിട്ടുള്ളൂ. ജസ്റ്റ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും. മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് ആണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്ങിൽ 4 മാർക്കിന് വരുന്ന, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്ന ഒരു ചാപ്റ്ററാണ്. അതിൽ 4 മാർക്കിന് സാധ്യത ഉള്ളത് ഒന്ന് സർക്കുലർ ഫ്ലോ ഓഫ് 2 സെക്ടർ മോഡൽ എന്നുള്ളതാണ്. സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം 2 സെക്ടർ മോഡൽ, അതായത് ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയുടെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം. അപ്പോൾ ചിത്രം മാത്രം തരികയാണെന്നുണ്ടെങ്കിൽ അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ, വരച്ച് ക്ലിയർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുകയാണെങ്കിൽ 3 മാർക്ക്. പക്ഷെ അതിൻ്റെ ഫ്ലോസ് കൂടി എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായി 4 മാർക്കിലേക്ക് വരും. അതായത് ഈ മണി ഫ്ലോ, റിയൽ ഫ്ലോ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ആ രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ. പിന്നെ നമുക്കവിടെ GDP ഈസ് എ ബെറ്റർ ഇൻഡെക്സ് ഫോർ മെഷറിങ് വെൽഫെയർ, ഡു യു എഗ്രി? അത് ഈ നിങ്ങളിപ്പോൾ എഴുതിയ 2024 മാർച്ചിലെ എക്സാമിന് എസ്സേ ചോദിച്ച ചോദ്യമാണ്. പക്ഷെ അത് 4 മാർക്കിൻ്റെ സെപ്പറേറ്റ് ആണെങ്കിൽ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ GDP ആ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം അളക്കാൻ സഹായിക്കുമോ എന്ന് പറഞ്ഞിട്ടൊരു ചോദ്യം. അതിൻ്റെ കാരണങ്ങൾ എഴുതാനാണ്. ഓക്കെ. അപ്പോൾ അതാണ് അതിൽ 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ 3ാമത്തെ ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിലെ മണി ആൻഡ് ബാങ്കിങ് ആണ്. മണി ആൻഡ് ബാങ്കിങ്ങിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാവുന്ന 4 മാർക്കിൻ്റെ ചോദ്യം ഫങ്ഷൻസ് ഓഫ് മണി ഓർ എമർജൻസ് ഓഫ് മണി ആണ്. പണത്തിൻ്റെ ആവിർഭാവം അല്ലെങ്കിൽ പണത്തിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണത്തിൻ്റെ ധർമ്മങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മാക്രോ എക്കണോമിക്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ. അതുപോലെ ഡിമാൻഡ് ഫോർ മണി, അവിടെ 3 പോയിന്റുകളാണ്, പക്ഷേ 4 മാർക്കിനാണ് ചോദിക്കുന്നത്. ഡിമാൻഡ് ഫോർ മണി, അതായത് പണത്തിൻ്റെ ചോദനം. ഓക്കെ. പണത്തിൻ്റെ ചോദനം എന്താണ്? പണം കൈവശം വെക്കാനുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് പണത്തിൻ്റെ ചോദനം. അത് 3 കാരണങ്ങൾ പറയുന്നുണ്ട്. കൈമാറ്റ പ്രേരകം, അതുപോലെ തന്നെ ഊഹക്കച്ചവട പ്രേരകം, മുൻകരുതൽ പ്രേരകം. അറിയാലോ, അത് 4 മാർക്കിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.
പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു ലിക്വിഡിറ്റി ട്രാപ്പ് ഉണ്ട്, ദ്രവത്വക്കെണി, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ്രവത്വക്കെണി എന്ന് പറയുന്ന ഒരു സംഭവം അവർ ചിത്രം നമുക്ക് തന്നിട്ട് അത് ഒന്ന് ക്ലിയർ ചെയ്യാനും അതുപോലെ എവിടെയാണ് ദ്രവത്വക്കെണി ഉണ്ടാവുന്നതെന്ന് മാർക്ക് ചെയ്യാനും പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടി പറയും. അങ്ങനെ 4 മാർക്കിലേക്ക് അത് പോകും. അതുപോലെ ചോദിക്കാവുന്ന മറ്റൊരു 4 മാർക്കിൻ്റെ ചോദ്യം അവിടെ ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണിയാണ്. ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് മണി എന്ന് പറയുമ്പോൾ പണത്തിൻ്റെ നിയമപരമായ അളവുകൾ ഒരു ടേബിളൊക്കെ തന്നിട്ടാണ് അത് ഉണ്ടാവുക. M1, M2, M3, M4 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചോദ്യം ഉണ്ടാവുക. ഓക്കെ, അതുപോലെ പിന്നെ നമുക്ക് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചിലപ്പോൾ മുറിച്ച് ചോദിക്കുകയാണെങ്കിൽ 4 മാർക്കിനാണ്. അത് എസ് എ ആണ് യഥാർത്ഥത്തിൽ 8 മാർക്കിൻ്റെ കേട്ടോ. അപ്പോൾ അതിലേക്ക് പോകുന്നില്ല. എസ് എ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അടുത്ത 4ാമത്തെ ചാപ്റ്റർ ഇൻകം ഡിറ്റർമിനേഷൻ ആണ്. ഇതിൽ നമുക്ക് 4 മാർക്കിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യം അഗ്രഗേറ്റ് ഡിമാൻഡും അതിൻ്റെ കമ്പോണൻസും ആണ്. അഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ AD, അതായത് നമ്മൾ സഞ്ചിത ചോദനം അല്ലെങ്കിൽ മൊത്തം ചോദനം എന്ന് പറയും. അപ്പോൾ മൊത്തം ചോദനത്തിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് അത് ചിത്രസഹിതം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറയാറുണ്ട്. മൊത്തം ചോദനം എന്ന് പറയുമ്പോൾ AD ആണ്. AD = C+I ആണ്. അപ്പോൾ സിയും ഐയും ആണ് അതിൻ്റെ ഘടകങ്ങൾ. ചിലപ്പോൾ അത് രണ്ടും ആ 2 പോയിന്റ് എഴുതിയ 2 മാർക്ക് നമുക്ക് കിട്ടും. C+I എന്നുള്ളത് C കൺസംഷൻ ആണ്, I എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെ എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? 2 മാർക്ക് അവിടെ കിട്ടും. ആ ചിത്രം കൂടെ വരച്ച് വെച്ചാൽ നമുക്ക് 4 മാർക്കാണ് കിട്ടുക. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ എഴുതിയ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കേട്ടോ. ഓക്കെ, പിന്നെ മറ്റൊന്ന് അവിടെ പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ ക്ലോസ്ഡ് എക്കോണമി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ദ്വിമേഖലാ സമ്പദ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഈ ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഗ്രഗേറ്റ് ഡിമാൻഡും അഗ്രഗേറ്റ് സപ്ലൈ കർവും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ആ ഒരു ഇക്വിലിബ്രിയം ഉണ്ടാക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് ആ ചാപ്റ്ററിൽ ഉള്ളത് തന്നെയാണ്. വളരെ സിമ്പിളാണ്, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. നോക്കി പോകുന്നത് നല്ലതായിരിക്കും. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് 4 മാർക്കിന് ഇവിടെ പറയാനുള്ളത്. ഇനി 5ാമത്തെ ചാപ്റ്റർ ഗവൺമെൻറ് ബജറ്റ് ആൻഡ് ദ എക്കോണമി അല്ലെങ്കിൽ ഗവൺമെൻറ് ഫങ്ഷൻസ് ആൻഡ് സ്കോപ്പ് എന്നുള്ളതാണ്. ഇതിൽ 4 മാർക്കിന് വെരി ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഗവൺമെൻറ് ബജറ്റ് ഫങ്ഷൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ബജറ്റ് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിക്കും. ഗവൺമെൻറ് ബജറ്റ് ഫങ്ഷൻസ്, ഗവൺമെൻറ് ബജറ്റ് ഒബ്ജക്റ്റീവ്സ് രണ്ടും ഒരേ ചോദ്യം തന്നെയാണ്. അവിടെ 3 ടൈപ്പ് ഉണ്ട്, പക്ഷേ 4 മാർക്കിനാണ് ചോദ്യം വരുന്നത്. ഓക്കെ, എന്തായാലും പഠിച്ചു പോകണം. അത് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പറയാനുള്ളത് കേട്ടോ. കൂടുതലൊന്നും അതിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ഈ പറഞ്ഞ ചോദ്യം കഴിഞ്ഞ വർഷം നിങ്ങൾ എഴുതിയതാണ്, പരീക്ഷയ്ക്ക് റിപ്പീറ്റഡ് ആണത്. എന്തായാലും ഈ പരീക്ഷയ്ക്കും വരാൻ സാധ്യത കൂടുതലാണ്. 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ഇക്കോണമി ആൻഡ് മാക്രോ എക്കണോമിക്സ് ആണ്. അതിൽ നമുക്ക് സാധാരണ 4 മാർക്കിനൊക്കെ ചോദിക്കുന്നത് ബോപ്പാണ്. ബോട്ട് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് ട്രേഡ് ആണ്. ബോപ്പ് എന്ന് പറഞ്ഞത് ബാലൻസ് ഓഫ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റും ബാലൻസ് ഓഫ് ട്രേഡും, അതായത് അടവ് സിസ്റ്റവും വ്യാപാര സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം, അതിൻ്റെ അക്കൗണ്ടുകൾ, അതൊക്കെ ചോദിക്കും. അത് 4 മാർക്ക് വരെയൊക്കെ പോകുന്ന ഒരു ചോദ്യമാണ്. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ എന്താണ്, എക്സ്ചേഞ്ച് റേറ്റ് വിനിമയ നിരക്ക് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ, അത് പോയിന്റ് മാത്രം. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ എക്സ്ചേഞ്ച് റേറ്റ് നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 4 മാർക്കിന് പോയിന്റ് മാത്രം എഴുതുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മൈക്രോ മാക്രോ എക്കണോമിക്സിൻ്റെ 2 ബുക്കുകളിൽ നിന്നായിട്ട് 4 മാർക്കിന് ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതും നിങ്ങൾ നേരത്തെ നമ്മൾ തന്ന എസ് എ ക്വസ്റ്റ്യൻസിലേക്കും അതുപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിലേക്കും ആഡ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് ഇതിൽ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, +1 വീഴ്ച പറ്റിയവർക്ക് +2 മാർക്ക് കൂട്ടി വാങ്ങുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ +1 എത്ര മാർക്കാണ് കിട്ടിയത്, ആ മാർക്കിനോട് +2 ഇപ്പോൾ നിങ്ങൾ സേ പരീക്ഷ എഴുതുമ്പോൾ കിട്ടുന്ന മാർക്ക് കൂട്ടുമ്പോൾ 48 അതിൽ കൂടുതലോ മാർക്കുണ്ടെങ്കിലേ നിങ്ങൾ പാസ്സാവുകയുള്ളൂ. നേരെ മറിച്ച് +1 ഓൾറെഡി പാസ്സായവർ +2 തോറ്റതെങ്കിൽ +2 നിങ്ങൾ മിനിമം 24 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ക് നേടിയെടുക്കാൻ ശ്രമിക്കുക. എന്തായാലും നമ്മൾ പറയുന്ന ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ അടിവരയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ ഉയർന്ന മാർക്കോടുകൂടി പാസ്സാവും, ഉറപ്പാണ്, നമ്മൾ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഒരുപാട് കുട്ടികൾ അറിയാത്തവരുണ്ട്, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എല്ലാ ക്ലാസ്സുകളും ഇംഗ്ലീഷിൻ്റെയും പൊളിറ്റിക്സിൻ്റെയും സോഷ്യോളജിയുടെയും അക്കൗണ്ടൻസിയുടെയും ഹിസ്റ്ററിയുടെയും എല്ലാത്തിൻ്റെയും എക്കണോമിക്സ് എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.